നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? തേർഡ് മൊഡ്യൂൾ അല്ല, ബേസിക് SMD ആണ്. നമ്മൾ SMD സെക്കൻഡാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. വിച്ച് പ്രൊട്ടക്റ്റീവ് കെമിക്കൽ കോട്ടിങ് ഈസ് അപ്ലൈഡ് ഓൺ PCBയിൽ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കോട്ടിങ്, ഷില്ലാക്ക്, മരത്തിലെ PVC കോട്ടിങ്, ഇനാമൽ വാർണിഷ്, പോളിമർ ഫിലിം കോട്ടിങ്. അപ്പോൾ PCBയുടെ മുകളിലൊരു കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് വരുന്നത് പോളിമർ ഫിലിം കോട്ടിങ് ആണ്. D ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് പോളിമർ ഫിലിം കോട്ടിങ്. ഇനി അടുത്തത് വിച്ച് ഈസ് ദ ലാസ്റ്റ് സോൺ ഇൻ ദ റീഫ്ലോ സോൾഡിങ്. റീഫ്ലോ സോൾഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീ ഹീറ്റ് സോൺ ഉണ്ട്, അതുപോലെ തെർമൽ സോക്ക്, റീഫ്ലോ ആൻഡ് കൂളിംഗ്, 4 ഇതുണ്ട്. അതിൽ ലാസ്റ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് മാറ്റുക, അതായത് കൂളിംഗ് സോൺ, അതായത് C ആണ് അതിൻ്റെ ആൻസർ, കൂളിംഗ് സോൺ. ഓക്കെ, ഇനി അടുത്തത് 55ാമത് വിച്ച് സെക്കൻഡ് സ്റ്റേജ് ഇൻ റീഫ്ലോ, വിച്ച് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. നമുക്കറിയാം അതിൻ്റെ ഓർഡർ ഇതാണ്: പ്രീ ഹീറ്റ്, തെർമൽ സോക്ക്, റീഫ്ലോ, കൂളിംഗ്. അപ്പോൾ നമുക്കറിയാം തെർമൽ സോക്ക് D ആണ് അതിൽ എന്ത് വരുന്നത്, ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് സ്റ്റേജ് ആയിട്ട്. വിച്ച് സോൺ ഈസ് ദ ലെങ്തിയസ്റ്റ് ഇൻ റീഫ്ലോ സോൾഡിങ്. ഏറ്റവും ലെങ്ത്ത് കൂടിയ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റീഫ്ലോ, അതേസമയം കൂളിംഗ് ഉണ്ട്, പ്രീ ഹീറ്റ് സോൺ ഉണ്ട്, തെർമൽ സോൺ. അതിൽ ഏറ്റവും ടൈം കൂടിയത് എന്താണ്? പ്രീ ഹീറ്റ് സോൺ, കൂടുതൽ ടൈം എടുക്കുന്നത്. അതിൻ്റെ കാരണം അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റാമ്പ് അപ്പ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ പ്രീ ഹീറ്റ് സോൺ ഓഫ് റീഫ്ലോ സോൾഡറിങ് പ്രോസസ്. റാമ്പ് അപ്പ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടി വരുന്നു. അതിൻ്റെ റേറ്റ് എങ്ങനെ, എത്ര ഡിഗ്രി വെച്ചാണ് കൂടുന്നത്? ഒരു 1 degree to 3 degree per second, 4 degree to 5 degree centigrade per second, 6 degree to 10 degree, 11 degree to 20 degree. നമുക്കൊരു ടൈം കൂടുതൽ വരുന്നത് പ്രീ ഹീറ്റിനാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ കാരണം എന്താണ്? അതിൻ്റെ ടൈം കൂടുതലാണ്. അതായത് ഇതിൽ ഏറ്റവും ടൈം കൂടുതൽ എടുക്കുന്നതാണ് 1 degree to 3 degree per second വരുമ്പോൾ സ്ലോ ആവും അല്ലേ? അതുകൊണ്ട് അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? വിച്ച് ഈസ് ദ കോമൺ മെത്തേഡ് ഓഫ് അറ്റാച്ചിങ് സർഫസ് മൗണ്ട് കമ്പോണൻസ് ടു എ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡ്. അതിൽ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് SMD ആണിത്. ഓക്കെ, സർഫസ് മൗണ്ട് കമ്പോണൻസ്. അപ്പോൾ സാധാരണയാണെങ്കിൽ നമുക്ക് വേവ് സോൾഡറിങ് ഉണ്ട്, തിരമാല പോലെ വന്ന് വേവ്. മാനുവൽ സോൾഡറിങ് നമ്മൾ ഹാൻഡ് വെച്ച് സോൾഡറിങ് സ്റ്റേഷൻ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷേ അതിൽ മെത്തേഡ് ഓഫ് അറ്റാച്ചിങ് കോമൺ ആയിട്ട് എല്ലാത്തിനും വേണ്ടി ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണ് അതിൽ റീഫ്ലോ മെത്തേഡ്. ഇപ്പോൾ അതിൽ നമുക്ക് വരുന്നത് റീഫ്ലോ സോൾഡറിങ് ആണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് സോൾഡർ മാസ്ക് ഓൺ PCBs. എന്താണ് PCBയുടെ മുകളിൽ സോൾഡർ മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം സോൾഡർ മാസ്ക് ഉപയോഗിക്കാൻ റീസൺ: ഈസി സോൾഡറിങ്, റിമൂവിങ് കൺഫോമൽ കോട്ടിങ്, പ്രൊവൈഡിങ് കോൺഫോമൽ കോട്ടിങ്, പ്രിവെൻറ്റ് സോൾഡർ ബ്രിഡ്ജസ്. അത് നമുക്കറിയാം മാസ്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ മാത്രം മാസ്ക് നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് കൊറോണ വരുന്നില്ല. അപ്പോൾ അതുപോലെ സോൾഡർ മാസ്ക് ഉപയോഗിക്കുമ്പോഴേക്കും എന്താണ് അവിടെ സോൾഡർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അത് കണക്ഷൻ വരില്ല. പ്രിവെൻറ്റ് സോൾഡർ ബ്രിഡ്ജസ്. ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു ICയുടെ ഒന്നാമത്തെ പിന്നിൽ നിന്ന് രണ്ടാമത്തെ പിന്നായിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ തൊട്ടടുത്തുള്ള ഒരു പോയിൻ്റായിട്ട് സോൾഡർ പിടിക്കാതിരിക്കാൻ, ഷോർട്ട് ആവാതിരിക്കാനും കൂടി ആണ് പ്രിവെൻറ്റ് സോൾഡർ ബ്രിഡ്ജസ്. മാസ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഉള്ള പോലെ തന്നെ അവിടെ അതിനെ ഒഴിവാക്കാം. സോൾഡർ മാസ്ക് ആയതുകൊണ്ട് സോൾഡറിങ് വന്ന് പിടിച്ച് ബ്രിഡ്ജ് ആവാതിരിക്കണം. ഹൗ ദി സോൾഡർ മാസ്ക് ഈസ് റിമൂവ്ഡ് ഓൺ ദ PCB ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻസ്. നമുക്കറിയാം എങ്ങനെയാണ് മൈക്രോ ബ്ലാസ്റ്റിങ്, ഗ്രൈൻഡിങ് ആൻഡ് സ്ക്രാപ്പിംഗ്, അതുപോലെ തന്നെ കൺഫോമൽ കോട്ടിങ്, പീൽഡ് ഓഫ് എന്ന് വെച്ചാൽ പൊളിച്ച് കളയുക, ഫോട്ടോലിത്തോഗ്രാഫി. അപ്പോൾ അതിൽ നോട്ട് സോൾഡർ മാസ്ക് ഈസ് റിമൂവിങ് ഓൺ ദ PCB ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ സോൾഡർ മാസ്ക് ഒരു കോട്ടിങ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള, ഏത് പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൽ സെക്ഷൻ്റെ ആൻസർ നോക്കുന്നത് ഫോട്ടോലിത്തോഗ്രാഫി എന്നുള്ള മെത്തേഡാണ്. ഓർത്തിരിക്കുക, ഫോട്ടോലിത്തോഗ്രാഫി. എന്തിനു വേണ്ടി ഫോട്ടോലിത്തോഗ്രാഫി ഉപയോഗിക്കുന്നത്? റീപ്ലേസ്മെൻറ്റ് ഓഫ് എന്താണ്, റിമൂവ് ദ സോൾഡർ മാസ്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ദ ഫോട്ടോലിത്തോഗ്രാഫി. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് പീക്ക് ടെമ്പറേച്ചർ റീച്ച് അറ്റ് ദ റീഫ്ലോ സോൺ ഓഫ് റീഫ്ലോ സോൾഡറിങ് പ്രോസസ്. റേഞ്ച് ഓഫ് പീക്ക് ടെമ്പറേച്ചർ റീച്ച് അറ്റ് ദ റീഫ്ലോ സോൺ ഓഫ്, അതായത് നമുക്ക് എന്താണ് റീഫ്ലോ സോൾഡറിങ്ങിൽ പ്രീ ഹീറ്റ്, തെർമൽ സോക്ക്, റീഫ്ലോ, കൂളിംഗ്, 4 മെത്തേഡ്, 4 സ്റ്റേജസ്. അതിൽ റീഫ്ലോ സോണിൻ്റെ പീക്ക് ടെമ്പറേച്ചർ റീച്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വരുന്നത് എത്ര ഡിഗ്രിയിലാണ് അതിൻ്റെ പീക്ക് പോയിൻ്റായിട്ട് വരുന്നത്.
ക്വസ്റ്റ്യൻ വണ്ണിൽ നമുക്ക് വരുന്നത് എന്താണ്? ബി ആണ് അതിൻ്റെ ആൻസർ. 20 to 40 ഡിഗ്രി ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹൗ ദ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് സോൾഡേർഡ് ജോയിൻറ്റ്സ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് റീഫ്ലോ സോൾഡറിങ് പ്രോസസ്. ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് സോൾഡേർഡ് ജോയിൻറ്റ് ഈസ് അച്ചീവ്ഡ്. ഇങ്ങനെ നല്ല ഫൈൻ സ്ട്രക്ചർ ഓഫ് സോൾഡേർഡ് ജോയിൻറ്റ് അച്ചീവ്ഡ് റീഫ്ലോ സോൾഡറിങ് പ്രോസസ്സിൽ എങ്ങനെ? ഫാസ്റ്റ് കൂളിംഗ് റേറ്റ്, സ്ലോ കൂളിംഗ് റേറ്റ്, ഓവർ ടെമ്പറേച്ചർ ചേഞ്ച്, ഹയർ തെർമൽ സോക്ക് ടൈം. ഇതിൽ ഏതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ജോയിൻറ്റ് സോൾഡർ ജോയിൻറ്റ്സ്? ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് സോൾഡർ ജോയിൻറ്റ്, ഫൈൻ ഗ്രെയിൻ നന്നായിട്ടുള്ള സോൾഡർ ജോയിൻറ്റ് വരുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് വരുന്നതെന്നാണ്. അതിൽ നമുക്ക് ഫാസ്റ്റ് കൂളിംഗ് റേറ്റ് ആണത്, അതുകൊണ്ടാണത് സോൾഡർ നല്ല ഫൈൻ ഗ്രെയിൻ ആയിട്ട് വരുന്നത്. ഇതിൽ റീഫ്ലോ മെത്തേഡിൽ SMD സോൾഡറിങ്ങിൽ. അടുത്ത വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് കൂളിംഗ് സോൺ ഇൻ ഫ്ലോ സോൾഡറിങ് പ്രോസസ്? ഇത് ടിപ്പിക്കൽ ടെമ്പറേച്ചർ, നമ്മൾ ഏതാണ് ആ ടിപ്പിക്കൽ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് കൂളിംഗ് സോണിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡി ആണ്, 30 ഡിഗ്രി ടു 100 ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഫാബ്രിക്കേഷൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ദ അസംബ്ലി ഓഫ് ദ സർക്യൂട്ട് ബോർഡ്? സർക്യൂട്ട് ബോർഡ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫാബ്രിക്കേഷൻ? മൈക്രോ ചിപ്പ് ഫാബ്രിക്കേഷൻ, അതുപോലെ തന്നെ മൈക്രോ സിംഗിൾ ലെയർ ഫാബ്രിക്കേഷൻ, ഡബിൾ സൈഡ് ഫാബ്രിക്കേഷൻ, പ്ലേറ്റഡ് ത്രൂ ഹോൾ ഫാബ്രിക്കേഷൻ. ഓക്കെ, നമുക്കറിയാം പ്ലേറ്റഡ് ത്രൂ ഹോളാണ് നമുക്ക് ഡബിൾ ലെയർ ഫോറിൽ വരുന്നത്. ഇതിൽ നമ്മുടെ SMDയിൽ വരുന്നത് ഇതിൽ വിച്ച് ടെക്നോളജി യൂസ് ഫോർ അസംബിൾ ദ ഫാബ്രിക്? ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അത് മൈക്രോ ചിപ്പ് ഫാബ്രിക്കേഷനാണ് നമ്മളതിൽ ആ ഒരു മെത്തേഡിന് വേണ്ടി, ആ PCB മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ടെക്നോളജി യൂസ്ഡ് ഫോർ മൗണ്ട് കമ്പോണൻസ് ഇൻ മൾട്ടിലെയർ PCB? മൾട്ടിലെയർ PCBയിൽ കമ്പോണൻസ് മൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വരുന്ന മൈക്രോ ബ്ലാസ്റ്റിംഗ്, പീലിംഗ് ടെക്നിക്ക്, ജോയിനിങ് ടെക്നിക്ക്, പ്ലേറ്റഡ് ത്രൂ ഹോൾ ടെക്നിക്ക്. നമുക്കറിയാം മൾട്ടി ലെയർ ഒരു സൈഡിലും കമ്പൗണ്ട്സ് പിടിപ്പിക്കാം, അടുത്ത സൈഡിലും കമ്പൗണ്ട്സ് പിടിപ്പിക്കണ കൊണ്ട് നമുക്ക് എന്താണ് ഒരു സൈഡിലെ കണക്ഷൻ അപ്പുറത്തേക്ക് കിട്ടണമെങ്കിൽ എന്താണ് ഈ കാണുന്ന പോലെ ത്രൂ ഹോൾ, പ്ലേറ്റഡ് ത്രൂ ഹോൾ. നമ്മൾ ചെറിയ ഡബിൾ സൈഡ് PCB ഇങ്ങനെ ചെറിയ പോയിൻ്റായിട്ട് കാണും. അത് ഇതിനുള്ളിൽ കൂടി ഒരു പ്ലേറ്റ് കോട്ട് ചെയ്ത് അവിടത്തേക്ക് പോകണ്ട. അല്ലാതെ കോസ്റ്റ് കുറച്ചിട്ട് ഒരു കമ്പൗണ്ട്സിൻ്റെ കാല് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ അപ്പുറത്ത് പോയി അവിടെ കണക്ഷൻ കിട്ടി ഇവിടെ കണക്ഷൻ കിട്ടും, ആ രീതിയിലുണ്ട്. ഇതാകുമ്പോഴേക്കും എന്താണ് കമ്പൗണ്ട്സ് ഇല്ലെങ്കിലും ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ലെയറിൽ നിന്നുള്ള കണക്ഷൻ താഴെ കൂടി ഉള്ളിൽ കൂടി അപ്പുറത്തേക്ക് പോയി അങ്ങനെ കണക്ഷൻ. ഇതാണ് പ്ലേറ്റഡ് ത്രൂ ഹോൾ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് കോട്ടിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു അപ്ലൈ പാരാസെക്സിലൈൻ conformal coating in PCB? dipping, brushing, spraying, chemical vapor disposal. apply paraxylene as a conformal coating in PCB. അതിൽ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് conformal coating ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കറിയാം കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ, വേപ്പറിൻ്റെ ആ ഒരു ആവി കൊണ്ടിട്ട് വന്ന് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടുക. ഓക്കെ, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷനാണ് ആ ഒരു കോട്ടിങ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ കോട്ടിങ് പ്രോസസ് അപ്ലൈ പാരാസൈലൈൻ ആസ് എ കൺഫോമൽ കോട്ടിങ് ഓഫ് PCB. ഓക്കെ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ സോൾഡർ പേസ്റ്റ് വെൻ ദ റാമ്പ് അപ്പ് റേറ്റ്സ് എക്സീഡ് ദ മാക്സിമം സ്ലോപ്പ് ഇൻ റീഫ്ലോ സോൾഡിങ്? റാമ്പ് അപ്പ് റേറ്റ് കൂടി വരുന്നത് മാക്സിമം കഴിഞ്ഞ് കൂടിപ്പോയി കഴിഞ്ഞാൽ സോൾഡർ പേസ്റ്റിന്, അതായത് സോൾഡറിങ്ങിന് എന്ത് സംഭവിക്കുന്നു? ഓർ വെറ്റിംഗ് ഫൈൻ ആൻഡ് ഗ്യാസസ്, ബ്ലോ ഹോൾ എഫക്റ്റ്, സ്പാക്ടറിങ് എഫക്റ്റ്. അതായത് സോൾഡറിങ്ങിന് വരുന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏതായിരിക്കും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്? എന്താ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഓവർ ടെമ്പറേച്ചർ വരുന്ന ആ സോൾഡർ പേസ്റ്റ് അല്ലെങ്കിൽ സോൾഡറിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ 67ാമത്തെ ആൻസർ ആപ്റ്റായിട്ട് വരുന്നത് സ്പാറ്ററിങ് എഫക്റ്റ് ആണ്. എന്ത് സ്പാറ്ററിങ് എഫക്റ്റ് ആണ് എന്ത് സോൾഡറിങ് പ്രോസസ്സ് ഇതിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വരുന്നത്, എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, അടുത്തത് what is the effect on components after the ramp up rate exceeds the maximum slope in the heat zone in reflow soldering? കമ്പോണൻസിന് എന്ത് സംഭവിക്കും? ഓക്കെ, ബേൺഡ്, ക്രാക്കിംഗ്, നോ ചേഞ്ച്, ഡിസോൾഡർ.
ഇതിൽ ഏതാണ് കമ്പോണൻസിന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ്, അതായത് അതിൻ്റെ ഹീറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഏതാണെന്നുള്ളതാണ്. അതിന് ക്രാക്കിങ് സംഭവിക്കും. ഓക്കെ, നമുക്കറിയാം ക്രാക്കിങ് ആണ് എക്സീഡ് ചെയ്ത കമ്പോണൻസിന്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പോണൻസിന് ക്രാക്കിങ്. അടുത്തത് അറ്റ് വിച്ച് സോൺ ദി മാക്സിമം allowable temperature of reflow soldering process is reached. അപ്പോൾ ഏതിലാണ് നമുക്ക് ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ, റീഫ്ലോ സോൾഡറിങ്ങിന് ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് ഏത് പോയിന്റിലാണ്? നമുക്കറിയാം പ്രീ ഹീറ്റ്, തെർമൽ ഷോക്ക്, റീഫ്ലോ, കൂളിംഗ്. അതിൽ മാക്സിമം കൂളിംഗ് എന്തായാലും ഇല്ല. നമുക്കറിയാം പ്രീ ഹീറ്റിൽ അത് വരും എന്ന് പറയുമ്പോൾ ഏറ്റവും ടെമ്പറേച്ചർ കൂടുതൽ വരുന്നത് രണ്ടു കൊല്ലം മനസ്സിലായി, എലിമിനേറ്റ് ചെയ്തു. പിന്നെ തെർമൽ ഷോക്കാണോ റീഫ്ലോയിനാണോ? അപ്പോൾ നമുക്കത് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? റീഫ്ലോ മെത്തേഡ്. അതായത് കറക്റ്റ് സോൾഡറിങ് നടക്കുന്ന ആ പോയിന്റ് റീഫ്ലോ മെത്തേഡിലാണ് നമുക്കത് നടക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അപ്ലൈ പോളിമർ കോട്ടിംഗ് ഓൺ PCB? പോളിമർ കോട്ടിങ് ചെയ്യുന്നതുകൊണ്ടുള്ള പർപ്പസ്, അതിൻ്റെ ഉപയോഗം എന്താണ്? ടു ഇംപ്രൂവ് ദ സർക്യൂട്ട് കണക്ടിവിറ്റി അല്ല. ടു പ്രിവെൻറ്റ് ദ കൊറോഷൻ ആവാം. ടു പ്രിവെൻറ്റ് ദ ടെമ്പറേച്ചർ അല്ല. ടു പ്രിവെൻറ്റ് ദ റെസിസ്റ്റൻസ് അല്ല. പ്രിവെൻറ്റ് ദ കൊറോഷൻ ആണ് നമുക്ക് 17ൻ്റെ ആൻസർ നമുക്ക് വരുന്നത് B ആണ്. എന്താണ്? കോട്ടിങ് വന്നു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ദ കൊറോഷൻ. നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കൂലേ, അപ്പോൾ അത് ഇതാണ് തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ പ്രിവെൻറ്റ് ദ കൊറോഷനാണ് അത്. വാട്ട് ഈസ് ദ കൂളിംഗ് റേറ്റ് സജസ്റ്റഡ് ഫോർ ദ റീഫ്ലോ സോൾഡറിങ് പ്രോസസ്സ്? കൂളിംഗ് റേറ്റ് എത്ര വെച്ചാണ്, എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെച്ചാണ് അത് കൂളായിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, എഴുതുന്നതിൻ്റെ ആൻസറിൽ നമുക്ക് 3 ഡിഗ്രി, 4 ഡിഗ്രി, 5 ഡിഗ്രി, 10 ഡിഗ്രി. അതിൽ നമുക്ക് വരുന്നത് എന്താണ്? 4 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് ആണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ എക്സസീവ് intermetallic growth caused by wetting the time above the liquid's TAL is reflow soldering process? What is the effect of excessive intermetallic growth caused by the wetting time above liquid's TAL reflow soldering process? അതായത് നമ്മൾ reflow soldering processൽ എക്സസീവ് intermetallic growth caused wetting the time above ആയി കഴിഞ്ഞാൽ, വെറ്റിംഗ് എബോവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ആ പ്രോസസ്സിൽ? poor wetting, flex oxidization, joint brittleness, solder factory വരുന്ന അത് കൂടുതലായിട്ട് എക്സീഡായിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്ന കംപ്ലൈൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അതിൽ നമുക്ക് ആൻസർ ജോയിൻറ്റ് ബ്രിട്ടിൽനെസ് ആണ് വരുന്നത്. നമ്മൾ സാധാരണ സോൾഡിങ് വെച്ച് ചെയ്യുമ്പോഴും ഓവറായിട്ട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ പലതും ഉണ്ടാകും, ക്രാക്കിംഗ് വരും. അതുപോലെ തന്നെ ഈ മെഷീനിൽ വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് വാട്ട് കോസസ് എ decreased flex cleaning action leads to poor wetting and defective solder joint reflow soldering process? What cause? എന്ത് സംഭവിക്കും? Decreasing flex cleaning action. ഫ്ലെക്സ് ഒന്നും ക്ലീൻ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതുമ്പോൾ what is the cause? Decrease the influx cleaning action leads to poor wetting and defective solder joint reflow soldering process. നമുക്ക് സംഭവിക്കുന്ന higher ramp up rate, low preheats on time, or thermal shock exposure, insufficient time temperature. അതായത് ഇൻസഫിഷ്യൻറ്റ് ടൈം or ടെമ്പറേച്ചറാണ് എഴുതുന്നത്. ഹൗ ദ ഡാമേജ് in PTH circuit boards are repaired? എങ്ങനെയാണ് നമുക്കത് PTH പ്ലേറ്റഡ് ത്രൂ ഹോൾ നമ്മളിവിടെ കണ്ടു. ഇതാണ് പ്ലേറ്റഡ് ത്രൂ ഹോൾ. ഇങ്ങനെ ഒരു ഹോൾ കൂടി ഈ അറ്റത്ത് നിന്ന് അടുത്ത പോയിന്റിലേക്ക്, അപ്പോൾ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ വന്ന് പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ ഈ ഹോൾ വഴി പ്ലേറ്റഡ് ആയിരുന്നു, ഇതുവഴി കണക്ഷൻ അപ്പുറത്തേക്ക് പോകും. ഇതിലൂടെ വന്നിട്ട് ഈ ബോർഡിലുള്ള കണക്ഷൻ തൊട്ട് ഈ പ്ലേറ്റഡ് വഴി അപ്പുറത്തേക്ക് പോയി അവിടെ കണക്ഷൻ കിട്ടും ആ സർക്യൂട്ടുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ട് ബോർഡ് കംപ്ലൈൻ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നില്ലെങ്കിൽ ഇതിൽ നമുക്ക് വരുന്നത് എന്താണ്, ഈ ടൈപ്പ് പ്ലേറ്റഡ് ത്രൂ ഹോളായിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ, അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ PTH പ്ലേറ്റഡ് ത്രൂ ഹോൾ സർക്യൂട്ട് ബോർഡ്സ് ആർ റിപ്പയർഡ്. എങ്ങനെയാണ്? അതായത് റീപ്ലേസ് അതല്ല, യൂസ് ജമ്പേഴ്സ് ഉപയോഗിക്കാം, യൂസ് ഐലൈറ്റ്സ് കണക്ടേഴ്സ്. അത് നമുക്ക് യൂസ് ഐലൈറ്റ്സ് ആണ് അതിൻ്റെ ആൻസർ. C ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് 75. വാട്ട് ഈസ് ദ ഫ്യൂസിങ് ഫാക്ടർ ഓഫ് എ റിവയറബിൾ HRC ഫ്യൂസ്?